അങ്ങനെ ഹെലനോ സ്പാർട്ടക്ക് മുന്നാമ്പുറം പിന്നാമ്പുറം വടുക്കോറും സൈഡാപ്പുറം ഒക്കെ കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഹെലനോ സ്പാർട്ട് തന്നെ രംഗത്ത് വന്നിരുന്നു അല്ലെ. പക്ഷെ ഇപ്പൊ ഇതാ നമ്മുടെ ജാസി പറയുന്നു, ഞാൻ ആർക്കും ഒന്നും കാണിച്ചു കൊടുത്തിട്ടില്ല, അവള് പറഞ്ഞതൊക്കെ നുണയാണ് എന്നുള്ളത്. പക്ഷെ ഒരു വാക്ക് പറയുമ്പോ കറക്റ്റ് അങ്ങ് പറയണല്ലേ, അങ്ങനെ വളച്ചും തിരിച്ചും മറച്ചൊന്നും പറയരുത്. നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു വീഡിയോ അതാ വന്നിരിക്കുന്നു. തുറന്ന് കാണാം, തുടർന്ന് കാണാം. ഒരു തുണി ഊരി കാണിച്ചു കൊടുക്കുക എന്ന് പറയാൻ അതൊരിക്കലും പോസിബിൾ അല്ല. രണ്ടാമത് ഞാൻ ഓൾറെഡി ആ സമയങ്ങളിൽ ഞാൻ വേറെ ഇരുന്നത് ബട്ടൺസ് ടൈപ്പ് ഉള്ള മാക്സി ആയിരുന്നു. അത് ഓപ്പൺ ടൈപ്പ് മാക്സികളാണ്. കാരണം അതാണ് എനിക്ക് ഇടാനും സുഖം, ഊരാനും സുഖം. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ കുട്ടിയെ കാണിച്ചു കൊടുത്തുള്ളത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ ഞാൻ പറഞ്ഞ കാര്യമാണ്. അത് സത്യം തന്നെയാണ്, ഞാൻ കാണിച്ചു കൊടുത്തു. കാരണം എന്താ എന്താ പറയുന്നത് മനസ്സിലായില്ല. ഞാൻ തുറന്നങ്ങ് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ നുണയാണ്. കാരണം ഞാൻ അങ്ങനെ മാടി പിടിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന വസ്ത്രമല്ല ഇട്ടിരുന്നത്, ബട്ടൺ ഉള്ളതാ, തുറന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റിയിരുന്നു. പക്ഷെ ആ കുട്ടി പറഞ്ഞ നുണയാണ്, പക്ഷെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്റെ പൊന്നു ജാസി താത്തോ കാക്കോ, എന്താണ് ഈ പറയുന്നത്? ഞങ്ങൾ കാത്തിരുന്ന ആ ഒരു നിമിഷം ഇതല്ല. ഹെലനോ സ്പാർട്ട പറഞ്ഞ നുണയാണ്, ഞാൻ അങ്ങനെ കാണിച്ചു കൊടുത്തില്ല എന്ന് കേൾക്കാൻ ആഗ്രഹിച്ചപ്പോ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ മാടിയൊന്നുമല്ല കാണിച്ചു കൊടുത്തിട്ടുള്ളത്, ബട്ടൺ ആണ് അത് അഴിച്ചു എന്നൊക്കെ. എന്നാൽ മൊട്ടച്ചാച്ചിയുടെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, ഹെലൻ പറഞ്ഞത് നുണയാണ് എന്നുള്ളത്. ആദ്യം മൊട്ടച്ചിയുടെ ആ ഒരു സംശയം തീർക്കാം. അല്ലാതെ തുണി ഊരി കാണിച്ചു, തുണി പൊക്കി കാണിച്ചു, വൈറലാകാൻ വേണ്ടി എന്തൊക്കെയാ പറഞ്ഞു, ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ഒന്ന് കാണിച്ചതാണ് പുള്ളി. ചെറുതായിട്ടൊന്ന് തല്ലിക്കൊന്നിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. വളരെ നിസാരമായിട്ടാ പറയുന്നേ. സൗഹൃദത്തിന്റെ പുറത്ത് ഒന്ന് തുറന്ന് കാണിച്ചു കൊടുത്തു. അതിനാണ് പൊക്കി കാണിച്ചു കൊടുത്തത്. അതിന് പൊക്കി കാണിച്ചെടുത്താലും സൈഡ് കൂടെ കാണിച്ചു കൊടുത്താലും എങ്ങനെ കാണിച്ചു കൊടുത്താലും കാണിച്ചു കൊടുത്തില്ലേ. എന്ത് വലിയ ഊളത്തരത്തിനെയാണ് ഈ മൊട്ടയച്ചും ജാസി താത്തൻ ജാസിക്കാക്കി എല്ലാരും കൂടെ വളച്ചൊടിച്ച് പണ്ടാറടക്കുന്നേ. കഴിഞ്ഞില്ല, ഇനി ജാസിയുടെ വിരകല് നിങ്ങൾ കേൾക്കണ്ടേ? കാണാം. അല്ല, ഞാനാണ് പറഞ്ഞത്. അവൾ എന്നോട് ചോദിച്ചു എന്താണ് ഇങ്ങനെ സർജറി കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ആ സർജറി കഴിഞ്ഞു മോളെ, സർജറി കഴിഞ്ഞ് കിടക്കുകയാണ്. കാരണം ആ സമയത്ത് ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ലല്ലോ, ജാസി സർജറി ചെയ്തോ ഇല്ലയോ, റെനെ മെഡിസിറ്റി ജാസി സർജറി ചെയ്തിട്ടില്ല, അങ്ങനെ സർജറി റെനെ മെഡിസിറ്റിയിൽ ഇല്ല, ജാസി വേറൊരു അസുഖത്തിന് വേണ്ടിയിട്ടാണ് അവിടെ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നല്ലോ ആൾക്കാർ ഇതാക്കിയത്. അപ്പൊ അഫ്കോഴ്സ് ആ കുട്ടി ചോദിച്ചത് സർജറി കഴിഞ്ഞെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു സർജറി കഴിഞ്ഞു മോളെ, നീ കാണണോ, നീ എന്താണ് വീഡിയോ കോൾ ഓണാക്കുന്നത്? അവൾ പറഞ്ഞില്ല ഞാൻ പുറത്താണ്. ഞാൻ പറഞ്ഞു നോക്കി, ഇന്ന് ഞാൻ ഓണാക്കാം. അതൊക്കെ സത്യം തന്നെയാണ് കേട്ടോ, എന്നോണോ എന്നല്ല. എന്തൊരു പവിത്രത, എന്തൊരു പവിത്രമായ അല്ല പണ്ടാറം. എന്തൊക്കെയായാലും ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴും വീഡിയോ കോൾ ചെയ്യാൻ കാണിച്ച ഒരു മനസ്സുണ്ടല്ലോ, ആ മനസ്സ് നിങ്ങൾ കാണാതെ പോകരുത്. അത്ര ആത്മാർത്ഥതയാണെന്നുള്ളതാണ്. പിന്നെ ആർക്കാണ് ഈ ക്ലാരിഫിക്കേഷനും ക്ലാരിറ്റി ഒക്കെ വേണ്ടത്? ഞങ്ങൾക്കൊരു ക്ലാരിറ്റിയും വേണ്ട. ഇത് എന്താ പറയാ, 720 പിക്സൽ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. പക്ഷെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ കിടന്ന് കുണച്ചിട്ടല്ലേ ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. എന്തിനാണ് ഇത് ജനങ്ങളെ അറിയിക്കുന്നത്? നിരന്തരമായി ഇത് അറിയിക്കല്ലേ, അതുകൊണ്ടല്ല ആളുകൾ കമന്റ് എടുക്കുന്നതും റിയാക്ട് ചെയ്യുന്നതും. ഈ വിഷയം ഇങ്ങനെ ആക്കിയെടുത്തതേ താങ്കളാണ്, ഒരു തർക്ക കാര്യത്തിൽ വേണ്ട. പിന്നെന്താണ്, ഹെലനോട് ഞാൻ അങ്ങോട്ട് ചോദിച്ചതാണ്, ആരാണ് അവതാരകൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അങ്ങോട്ട് പെർമിഷൻ എടുത്തു, എന്തത് പെർമിഷനൊക്കെ എടുത്ത് നടത്താന്? ഉത്സവ പറമ്പിൽ വെടിക്കെട്ട് നടത്തട്ടെ എന്ന് ചോദിക്കുന്ന പോലെയാണോ? ഒരു സ്ത്രീയെ വിളിച്ചിട്ട് ഞാൻ അങ്ങ് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അങ്ങ് ജനങ്ങളുടെ ഇടയിൽ നിൽക്കുമ്പോ കാണിച്ചു എന്ന് ഹെലൻ പറഞ്ഞത് കറക്റ്റായില്ലേ? എന്തൊരു ഉളുപ്പില്ലാത്ത ആൾക്കാരോട്. ഞാൻ കാണിച്ചത് ഡ്രസ്സ് ഊരി എന്നൊക്കെ പറയുന്നത് അത് ശുദ്ധ മണ്ടത്തരാണ്. കാരണം എനിക്ക് അങ്ങനെ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞാണ് ഞാൻ കാണിച്ചത്. അത് അഫ്കോഴ്സ് മോള് വീഡിയോ ഓൺ ആക്കി ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ തന്നെയാണ് ഞാൻ കാണിച്ചത്. ഉളുപ്പില്ല, അങ്ങനെ തന്നെ പറയണം കേട്ടോ. പിന്നെ ഞാൻ തുറന്നത് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ നുണയാണെന്ന് പറഞ്ഞപ്പോ താങ്കൾ തന്നെയല്ലേ പറഞ്ഞു ബട്ടൺസ് ആയിരുന്നു എന്നുള്ളത്. ബട്ടൺസ് തുറന്നിട്ടല്ലേ കാണിച്ചു കൊടുക്കുക, മാടി കാണിക്കൊന്നും വേണ്ട, തുറന്ന് കാണിച്ചു കൊടുത്താലും മതി. ആ ഒരു പെൺകുട്ടിക്ക് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അവർ നൈസായിട്ട് ഒഴിവാൻ നോക്കിയത്. അപ്പോ താങ്കൾ അങ്ങോട്ട് വിളിച്ചിട്ട് അത് കാണിച്ചു കൊടുത്തു അല്ലെ. ലോകത്തെ ഏത് സ്ത്രീയാണ് ഇങ്ങനെ ചെയ്യുക? ഏതെങ്കിലും ഒരു ട്രാൻസ് ആയ ഒരു വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആണ് പെണ്ണാവണമെന്ന് ആഗ്രഹിച്ച് പെണ്ണായി കഴിഞ്ഞാൽ ഇതാണോ കാണിക്കേണ്ടത്? ഇങ്ങനെ കാണിച്ച് നടക്കാൻ പാടുള്ളതാണോ? സംഭവം നിങ്ങളുടെ സ്വാതന്ത്ര്യമൊക്കെ ആയിരിക്കും, പക്ഷെ അവർക്കത് താല്പര്യമില്ല. അവർക്ക് താല്പര്യം ഇല്ലാത്തടത്തോളം കാലം നിങ്ങൾ കാണിച്ചത് ഊളത്തരല്ലേ. എന്തൊരു ന്യായീകരണമാണ് എന്റെ പൊന്നുമോളെ, സോറി മോനെ, പണ്ടാര പറഞ്ഞ പോലെ. ഇതിപ്പോ എന്താ വിളിക്കുക അടുത്ത്? ഇല്ല, അതിന്റെ ശേഷം ഞാൻ പ്രതികരിക്കാനൊന്നും പോയിട്ടില്ല. ഞാൻ പറയേണ്ടത് എന്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞു, പിന്നെ പ്രതികരിക്കാനൊന്നും പോയിട്ടില്ല. പിന്നെ ആ കുട്ടീനെ പറഞ്ഞല്ലോ എന്റെ ഫ്രണ്ട് അല്ല എന്നുള്ളത്, പിന്നെ ആ പ്രശ്നം അവിടെ തീർന്നു. ഞാൻ അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ഇല്ലല്ലോ. കാരണം
അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ഇല്ല. കാരണം നിങ്ങൾ മാടി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, പ്രതികരിച്ചു കഴിഞ്ഞാൽ ഹെലന സ്പോട്ടയുടെ കയ്യിൽ ഒരുപാട് ശബ്ദ സന്ദേശങ്ങളുണ്ട്. അത് പുറത്തു വിടുമെന്നുള്ള ഭീഷണി ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ എന്റെ സുഹൃത്തല്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ഒഴിവാക്കി എന്ന് പറയുന്നത്. അപ്പൊ ഹെലന്റെ കയ്യിലുള്ള ആ ഒരു ശബ്ദ സന്ദേശങ്ങൾക്ക് എന്തോ പവർ ഉണ്ട്. അതല്ലാതെ ഇവള് അടങ്ങിയിരിക്കില്ല, ഇവൻ അടങ്ങിയിരിക്കില്ല. കൊള്ളാം ചേച്ചി, കൊള്ളാം. പെർമിഷൻ ഒക്കെ എടുത്തിട്ടാണല്ലോ കാണിച്ചു കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഞാൻ എന്തിനു പറയണം, ഇവിടെ കുറെ ട്രാൻസ് പേഴ്സൺ സർജറി ചെയ്തിട്ടുണ്ട്. ജാസി സർജറി ചെയ്യുമ്പോൾ മാത്രം അത് എന്ത് സർജറി ആണെന്ന് വ്യക്തമാക്കേണ്ട ആവശ്യം എന്താണുള്ളത്? ഞാൻ എന്റെ ഇഷ്ടത്തിന് എന്റെ സർജറികൾ ചെയ്യുന്നു, ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നു. അത് മറ്റുള്ള ആൾക്കാരോട് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ചില ആൾക്കാർ പറഞ്ഞത് ജാസി പൂർണ്ണതയുള്ള പെണ്ണായി എന്ന് പറഞ്ഞു. ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ പൂർണ്ണതയുള്ള പെണ്ണായി എന്നുള്ളത്. ഞാൻ ചെയ്ത വീഡിയോസ് ഒക്കെ എന്റെ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട്. ഞാൻ റിനേ മെഡിസിറ്റിയിൽ കിടക്കുമ്പോഴും ഞാൻ പറഞ്ഞത് ഞാൻ സർജറി കഴിഞ്ഞു, ഞാൻ ഒരുപാട് സന്തോഷമുണ്ട് എന്റെ സർജറി കഴിഞ്ഞതിൽ. ഞാൻ ഒരു അതിൽ എഴുതിയ ക്യാപ്ഷൻ കൂടി അങ്ങനെയായിരുന്നു, ഒരു ആണിൽ നിന്ന് പെണ്ണിലേക്ക് ഒരു ദൂരം എന്ന അങ്ങനെ ഒരു ക്യാപ്ഷനാണ് ഞാൻ എഴുതിയിട്ടുണ്ടായത്. അവളിൽ നിന്ന് അവനിലേക്കുന്ന ദൂരം. അപ്പൊ ആ ദൂരം എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് എന്റെ പ്രോസസ്സിങ് കൊണ്ടുപോകുന്നത് എന്നുള്ളത്. പിന്നെ ആൾക്കാർ വളച്ചൊടിക്കുന്നതാണ് അതൊക്കെ. ഒരു ട്രെയിൻ വിളിച്ച് പോവാണെങ്കിൽ ദൂരം പെട്ടെന്ന് കവർ ചെയ്യാം. ഒന്നും കൂടി CC കൂടിയ വാഹനത്തിലാണെങ്കിൽ വേറെ വണ്ടികളും തട്ടിയില്ല എന്നുണ്ടെങ്കിൽ നേരെ അങ്ങ് എത്താം. അത്രേ ഉള്ളൂ. പിന്നെ ആർക്കാണ് ക്ലാരിറ്റി കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞത് നിങ്ങൾക്കാണ്. ഞങ്ങൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ക്ലാരിറ്റിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ എന്തിനാ റിയാക്ട് ചെയ്ത് ചോദിക്കും? റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇമാതിരി ഊളത്തരല്ല പറയുന്ന ഒരു പെണ്ണിനെ വിളിച്ചിട്ടാണ് മാടി കാണിച്ചു കൊടുത്തിട്ട് പറയും ഞാനതൊന്നും ചെയ്തില്ല, ഞാൻ ഇങ്ങനെ നൈസായിട്ട് ഒന്ന് കാണിച്ചു കൊടുത്തിട്ടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഊളത്തരം തന്നെയല്ലേ? ഇത് സ്ത്രീകളെ അപമാനിക്കുന്ന തുല്യല്ലേ? ഇവരല്ലേ ഗർഭിണിയാണെന്ന് പറഞ്ഞതും കുഞ്ഞിന് ജന്മം കൊടുക്കാന്ന് പറഞ്ഞതും ഇതൊക്കെ എന്നിട്ട് അവര് തന്നെ മാറ്റി പറയാം. നല്ല രാഷ്ട്രീയത്തില് നല്ലൊരു സാധ്യതയുള്ള വ്യക്തിയാണ്. മാറ്റി ഇങ്ങനെ പറയാന്ന് വെച്ചാ ഹൈ എന്താ അത്? എന്തിനാണ് ക്ലാരിറ്റി തരുന്നത്? അല്ലെ നിങ്ങൾ തന്നെയല്ലേ എന്താണ് ഏത് സർജറിയാണ് ചെയ്തത് എന്ന് ഞാൻ എന്തിനു പറയണം? നിങ്ങൾ തന്നെയല്ലേ സോഷ്യൽ മീഡിയയിൽ വന്ന് വീഡിയോ ഇടുന്നത്. കാണു. പിന്നെന്താണ് സർജറി ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഞാൻ ഒരു സ്ത്രീ ആയില്ല, അല്ലെങ്കിൽ സ്ത്രീയെ കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞില്ല എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇത് പിന്നെ എന്ത് ഉണ്ടയാ? എൻ്റെ സർജറി കഴിഞ്ഞു, ഒരുപാട് സന്തോഷമുണ്ട്. ഇതിനും വലിയൊരു തെളിവ് എനിക്കിനി പറയാനില്ല. ഞാൻ ഒരു സ്ത്രീയായി മാറിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. മാറിയിടം വെച്ച് പിടിപ്പിച്ചാൽ ഈശ്വര ആരാണ് പെണ്ണാവുന്നത് മനസ്സിലാവുന്നില്ല. പെണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജന്മനെ ആവുന്നതാണ്. പിന്നെ പല ആളുകളും മാനസികമായിട്ട് ആവുന്ന ആളുകളുണ്ട്. അവരൊന്നും പ്രഹസനം കാണിച്ച് നടത്താറുമില്ല, അല്ല അന്തസ്സായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ എനിക്ക് കമന്റ് ഇടാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്. അവരൊന്നും ഈ സമൂഹത്തിൽ ഒരാളെ മുന്നിലും പോയിട്ട് നാണം കെടുന്നു പോലുമില്ല. എന്തുകൊണ്ടാ? സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ ഊളത്തരം കാണിക്കുന്നില്ല. എല്ലാവർക്കും ജീവിതം മുന്നോട്ട് നയിക്കണം, അതിനുവേണ്ടി കഷ്ടപ്പെടുന്നു, മുന്നോട്ട് പോകുന്നു. അതിനിടയിൽ എന്തിന് ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു. ഇവിടെ ജാസിയുടെ വസ്ത്രധാരണത്തെ കുറിച്ചിട്ട് കമന്റ് കാണണം, അത്ര അടിപൊളിയായിരുന്നു. പക്ഷെ അതിനിടയിൽ അത് പോയി. ഇനിയിപ്പോ സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് നടക്കുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം പല ആളുകളെയും കാണുന്നുണ്ട്. ഇപ്പൊ നാദിറ എന്നൊരു ട്രാൻസ് ഉണ്ട്, അവരെ ഏതോ ഒരു ഉസ്താദൊക്കെ വലിയ രീതിയിൽ പൊക്കിയടിക്കണതൊക്കെ കാണുന്നു. എനിക്ക് ചിരി വന്നിട്ട് എന്തുവാ ഇത് ഉസ്താദിന്റെ ലക്ഷ്യം എന്തായിരുന്നു അറിയോ? ജനങ്ങളിലേക്ക് എത്തുക, കൂടുതൽ സ്വീകാര്യത കിട്ടുക. അതായത് ഇതിന് ഞങ്ങൾ സപ്പോർട്ടാണ് എന്നൊരു കാര്യം പറയാന്നുള്ളതാണ്. ഇസ്ലാമിക വിധി പ്രകാരം ഈ ഒരു വിഷയത്തിനെ എവിടെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഇല്ല. അപ്പൊ ആ രീതിയിലും സപ്പോർട്ട്. ഞാൻ പച്ച കുത്തിയത് മായ്ക്കാൻ പോവുകയാണ്, ഞാൻ ഇസ്ലാമാണെന്നാ പറയുന്നത്. ആരാ പറയുന്നത്? ട്രാൻസാ പറയുന്നത്. എന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഉസ്താദ് വീണ്ടും അത് കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ മാറി സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുക. ഉസ്താദ് റിയാക്ട് ചെയ്ത രണ്ടാമത്തെ വീഡിയോയുടെ പ്രത്യേകത അറിയോ? അവര് വസ്ത്രധാരണ ആയിരുന്നു എന്നുള്ളതാണ്. ശരീരത്തിന്റെ പല ഭാഗങ്ങളും വളരെ വ്യക്തമായി കാണുന്ന രീതിയിലുള്ള വസ്ത്രധാരണമാണ്. ആ വീഡിയോക്കാണ് ഉസ്താദ് പോയിട്ട് വീണ്ടും റിയാക്ട് ചെയ്തിട്ടുള്ളത്. അടിപൊളിയാണ് ഉസ്താദ്. അടുത്തത് കാണാം. ഞാൻ എന്റെ സർജറിക്ക് പോണ ഡേറ്റ് എടുത്ത് എന്റെ സർജറിക്ക് പോണ സമയത്ത് ഫസ്റ്റ് എന്നെ വിളിച്ച കാര്യങ്ങൾ പറഞ്ഞത് എന്റെ ഉമ്മയോടാണ്. പിന്നെ അപ്പോൾ ഉമ്മയോട് ആദ്യം പറഞ്ഞത് അത് വേണ്ട എന്നായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ ലൈഫിൽ മുന്നോട്ട് ജീവിക്കണം, കാരണം ഈ കളിയാക്കളും പരിഹാസങ്ങളൊക്കെ കുറെ കാലം ഇങ്ങനെ നടക്കുമ്പോൾ പിന്നെ കുറെ പറയുന്നത് ജാസി ഒരു വട്ടം ആണാവും പിന്നെ പെണ്ണാവും, ജാസി ട്രാൻസ് ആണോ മറ്റേതാണോ എന്നൊക്കെ അങ്ങനെയൊക്കെ കളിയാക്കലുണ്ട്. അപ്പോൾ ഞാൻ എന്താണെന്ന് എനിക്ക് അഫ്കോഴ്സ് എന്റെ ശരീരത്തെ മാറ്റപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. കാരണം എനിക്ക് തിരിച്ച് ദുബായിലേക്ക് പോകണം, അതിന്റെ വലിയൊരു ഡ്രീമാണ്. ദുബായിൽ പോയിട്ട് എന്റെ ബാക്കി എന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് റൺ ചെയ്യണം. അപ്പോൾ അവിടെ ഞാൻ ആണായിട്ട് ഫസ്റ്റ് പോയതുകൊണ്ട് ഇനി എനിക്ക് ഒരിക്കലും ആണായിട്ട് ഈ അവസ്ഥയിൽ പോകാൻ പറ്റില്ല. അപ്പൊ പെണ്ണായിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം വിത്ത് ഫീമെയിൽ പാസ്പോർട്ടിൽ എനിക്ക് പോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞാൽ ദുബായിൽ തന്നെ പോകും. ഫീമെയിൽ പാസ്പോർട്ട് ഒന്നും കിട്ടൂല. ഇതെന്താടോ വെള്ളരിക്കാപ്പട്ടണം? അങ്ങനെ ഫീമെയിൽ പാസ്പോർട്ട് ഇന്ത്യയില് കൊടുക്കില്ല. ട്രാൻസ് പാസ്പോർട്ടാണ് നിങ്ങൾക്ക് തരിക എന്നുള്ളതാ. പിന്നെന്താണ് ഉമ്മ എല്ലാത്തിനും സപ്പോർട്ടെന്നല്ല എല്ലാവരും പറഞ്ഞേ. ഉമ്മ ഇതിനെ എതിർത്തു എന്നാ പറയുന്നത്. ഉപ്പ ഇതിനെതിരായിരുന്നു എന്നുള്ളതാണ്. ഉപ്പ മരിച്ചതിന് ശേഷമാണ് ഇവർ ചെയ്തത് എന്നുള്ളത് കൃത്യമായിട്ട് അവരുടെ ഇന്റർവ്യൂകളിൽ പറയുന്നുണ്ട്. പിന്നെ ഇവർക്ക് പ്രത്യേകത ഉണ്ട്, ഇന്ന് പറഞ്ഞ നാളെ ഓർമ്മ ഉണ്ടാവില്ല, പുതിയത് പറയാം.
ഇപ്പോ സ്ത്രീ ആയി എന്ന് പറയുന്നതും ഗർഭിണിയായി എന്ന് പറഞ്ഞ് കുട്ടിക്ക് ജന്മം നൽകാൻ പോവാന്ന് പറഞ്ഞതൊക്കെ ഞാൻ പറഞ്ഞില്ല എന്ന് പറയുന്നു, പക്ഷെ അതിന്റെ വിത്ത് എവിഡൻസ് അവിടെ കിടക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഹെലന് ഇങ്ങനെ ഒരു ശരീര പ്രദർശനം നടത്തിയത് അതൊരു നല്ല കാര്യമായിട്ടാണോ ഇവരിപ്പോഴും കാണുന്നത്? ഞാൻ പെണ്ണായി എന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ മറ്റൊരു സ്ത്രീയെ വിളിച്ച് ഈ ഒരു നഗ്നതാ പ്രദർശനം നടത്തുന്നത് എന്ത് വലിയ ഊളത്തരാണ്? ഈ സമൂഹത്തിന് ഒരു ഗുണവും ഇല്ലാത്ത കാര്യങ്ങളാണ് ജാസി ഇത്രയും നാൾ കാണിച്ചു കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്, കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ ആളുകൾ അത് ചോദ്യം ചെയ്യുന്നതാണ്. അവർക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പണം കൊടുത്തിട്ട് ചെയ്യുന്ന ഡാറ്റ നെറ്റ് അതുവഴി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ കാണുന്നത് ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങളാണെന്നുള്ളതാണ്. തീർച്ചയായിട്ടും അവരതിനെ പ്രതികരിക്കില്ലേ? അപ്പൊ അത്രേ ഉള്ളൂ. പിന്നെ GCC കൺട്രിയിൽ ഇപ്പൊ ദുബായിലാണല്ലോ, ദുബായിൽ നിയമ ഭേദഗതികളൊക്കെ വരാൻ പോവുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞു. അത് കൂടാതെ ട്രാൻസിന് അവിടെ താമസിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ ഇസ്ലാമിക രാജ്യമായതുകൊണ്ട് തന്നെ GCCക്ക് ഏത് സമയം വേണമെങ്കിലും ഈ ഒരു തീരുമാനങ്ങളിൽ മാറ്റം വരുത്താൻ കഴിയും. അവർ തീരുമാനിക്കുകയാണ് ഇത് ഇസ്ലാമിന് നിരക്കാത്ത ഒരു കാര്യമായതുകൊണ്ട് ഇവിടെ അത് അനുവദിക്കില്ല എന്ന് പറയുന്ന നിമിഷം അത് കത്തിക്കൽ കഴിഞ്ഞു. പിന്നെ അവിടെ തിരിച്ചു വരേണ്ടി വരും. പിന്നെ ആണായി ജനിച്ച് ആണായി നടക്കുന്ന ഒരാൾക്ക് ഇന്ത്യയിൽ ആണായിട്ടുള്ള സർട്ടിഫിക്കേഷൻ ആണല്ലോ കിട്ടുക അല്ലെ, പാസ്പോർട്ടിലും ആണ് എന്നാ പറയാ. പിന്നെ അത് മാറുമ്പോൾ ട്രാൻസ് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് 2014 2017 നിയമ ഭേദഗതികൾ വരുന്നത്. ട്രാൻസിന് പ്രത്യേക ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട്, സംവരണങ്ങൾ കിട്ടുന്നുണ്ട്. അതൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, അല്ല അടിപൊളി മനുഷ്യന്മാരുണ്ട്. ആ അടിപൊളി മനുഷ്യന്മാർക്ക് പോലും ചീത്തപ്പേരുണ്ടാവുന്ന പല രീതിയിൽ നടക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഉസ്താദ് സപ്പോർട്ട് ചെയ്ത നാദിറുടെ ഒക്കെ അവസ്ഥ ഞാൻ പറയേണ്ടതായിട്ടില്ലല്ലോ. ഒരിക്കലും മതപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അംഗീകരിക്കാൻ കഴിയാത്ത വിഷയമാണ്. വസ്ത്രധാരണമാണെന്നുണ്ടെങ്കിലും ശരീര പ്രദർശനം ഒരിക്കലും അനുവദിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കൽ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? തട്ടം തലയിലെങ്കിലും പറഞ്ഞൊരു വാക്കാണ് എനിക്ക് പെർഫ്യൂം ഹറാമാണ് എന്നുള്ളത്. പക്ഷെ മറ്റുള്ള രീതികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് വൈറലാവാൻ വേണ്ടി പറഞ്ഞൊരു വാക്കാണ് നമുക്ക് മനസ്സിലാവും. ഞാൻ ഒരിക്കലും ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നൊരു പുതിയ വേർഡും കൂടി ഈ നാദിറൊക്കെ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് ഇസ്ലാമായി ജനിച്ചു അത്രേ ഉള്ളൂ, ഞാൻ പ്രാക്ടീസും ചെയ്യുന്നില്ല, പക്ഷെ ഞാൻ ഈ പച്ച കുത്തിയത് മായ്ച്ചു കളയും, അത് ഇസ്ലാമിന് വിരുദ്ധമാണെന്ന് പറയുന്നത്. എന്ത് വലിയ വിഡ്ഢിത്തരാന്ന് പറയുന്നത് നോക്ക്. അങ്ങനെയാണെങ്കിൽ ഇസ്ലാം വിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളും അവരൊക്കെ ചെയ്യുന്നില്ലേ? എന്തിനു പറയുന്നു? ട്രാൻസ് കമ്മ്യൂണിറ്റിയെ പോലും ഇസ്ലാം മതം ഏത് രീതിയിലെ കാണുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയുന്നതല്ലേ? അപ്പൊ തെറ്റായ സന്ദേശങ്ങൾ ഉസ്താദിനെ പോലെയുള്ള ആളുകളും കൊടുക്കാതിരിക്കുക. നാളെ നമ്മുടെ മക്കൾ ഈ രീതിയിൽ ആവാതിരിക്കാൻ നമ്മൾ അള്ളാഹുവിനോടും കുറച്ച് തമ്പുരാനോടും ദൈവങ്ങളോടും സർവ്വദൈവങ്ങളോടും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇത് വല്ലാത്തൊരു അവസ്ഥയാണ്, അത് മനസ്സിലാവാഞ്ഞിട്ട്. അപ്പൊ ജാസിനെ പലപ്പോഴും പറയുന്നുണ്ട് അടുത്ത ജന്മം ഇങ്ങനെ ആവരുതേ, എനിക്ക് മക്കൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ ആവരുതേ. അവർക്ക് തന്നെ വ്യക്തമായ ധാരണ എന്നതാണ്. പിന്നെ ഉമ്മയും ഉപ്പയും പറയുന്ന വാക്കുകൾ ധിക്കരിച്ചുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്തതെന്ന് വ്യക്തമായിട്ട് അവർ പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഹെല്ലോ സ്പാർട്ടക്ക് ഈ ഒരു സംഭവം കാണിച്ചു കൊടുത്തത് അതൊരു ഊളത്തരമായിട്ട് തന്നെ പറയേണ്ടി വരും. അപ്പൊ വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി ഇവിടെ പോൾ സൈനിങ് ഓഫ്.